ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അടുത്തതായിട്ട് ചെയിൻ റിയാക്ഷൻ എന്താണ് എന്നുള്ളത് നോക്കാം. ചെയിൻ റിയാക്ഷനെ പറ്റിയിട്ട് പ്ലസ് ടുവിലെല്ലാം പഠിച്ചിട്ടുണ്ട്. പക്ഷേ എന്താണ് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്കിവിടെ നോക്കാം. സോ ചെയിൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെൽഫ് പ്രൊപ്പഗേറ്റിംഗ് പ്രോസസ്സ്. അതായത് ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക്, അടുത്ത സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് അങ്ങനെ പോകും. ബട്ട് ഇറ്റ് കീപ്സ് ഓൺ മൾട്ടിപ്ലൈ. സോ സംതിങ് ലൈക്ക് നിങ്ങൾ ഒരാൾ തൊട്ടടുത്ത രണ്ട് പേരോട് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാണ്. അവർ ആ ഇൻഫർമേഷൻ തൊട്ടടുത്ത രണ്ട് പേരോട് പാസ് ചെയ്യാണ്. സോ ആദ്യം 2 പേരറിയും, ആ 2 പേരിൽ നിന്ന് 4 പേരറിയും, 4 പേരിൽ നിന്ന് 8 പേരറിയും, അങ്ങനെ പോകും. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ജോമെട്രിക്കൽ പ്രോഗ്രഷനായിട്ട് പോകുന്ന ആ ഒരു മെത്തേഡാണ് ചെയിൻ റിയാക്ഷൻ. സോ it is a self-propagating process in which the number of neutrons goes on multiplying rapidly almost in a geometrical progression. അത് ഏതുവരെ പോവും? till the whole of the fissile material is disintegrated. അതാണ് ചെയിൻ റിയാക്ഷൻ. അപ്പോൾ എന്താണ് ആ ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നതിന് നമുക്ക് 1-2 എക്സാമ്പിൾ വെച്ചിട്ടൊന്ന് നോക്കി നോക്കാം. സപ്പോസ് there is a single neutron. Okay, it causes fission in a uranium nucleus. This produces 3 fast neutrons. Okay, അപ്പോൾ ഈ 3 ന്യൂട്രോൺസിനെ പ്രൊഡ്യൂസ് ചെയ്തു. ഇനി സോ ആദ്യം ഒരു സിംഗിൾ ന്യൂട്രോൺ വന്നു, അതൊരു യുറേനിയം ന്യൂക്ലിയസിലേക്ക് വന്നു. It produces 3 fast neutrons. ഈ 3 ന്യൂട്രോൺസ് ചെന്നിട്ട് വേറെ 3 യുറേനിയം ന്യൂക്ലിയസിലേക്ക് വന്നു. വാട്ട് ഹാപ്പൻസ്? ഓരോ യുറേനിയം ന്യൂക്ലിയസും 3 മറ്റ് ന്യൂട്രോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യും. So there will be total of 9 neutrons, which in turn produces, which in turn hits another nucleus. Okay, അപ്പോൾ ഇത് ഇങ്ങനെ പോകുന്നത്, അതിങ്ങനെ നെക്സ്റ്റ് പോകും. ഇപ്പോൾ ഇവിടെ 9 നെക്സ്റ്റ് 27 ആൻഡ് ഇറ്റ് ഗോസ് ഓൺ. സപ്പോസ് ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ് പ്രൊഡ്യൂസ്ഡ് ഇൻ n such generations. അപ്പോൾ അതിൽ നമുക്ക് ഇവിടെ അറിയാം 3 ന്യൂട്രോൺസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ n ഫസ്റ്റ് ഒരു ജനറേഷൻ, 2 ജനറേഷൻ അങ്ങനെ പോവാണ്. ആൻഡ് ദർ ആർ n ജനറേഷൻ. ഇഫ് ദർ ആർ n ജനറേഷൻസ്, ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ് പ്രൊഡ്യൂസ്ഡ് ഈസ് 3 raised to n. Okay, now the ratio of secondary neutrons produced to the original neutrons, that is called the multiplicative factor. That is the multiplicative factor k. അതിനെ നമ്മൾ k എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് ആദ്യം. സോ ഫോർ ദാറ്റ് ലെറ്റ് us കൺസിഡർ 1 kilogram ഓഫ് യുറേനിയം 235. സോ 1 kilogram ഓഫ് യുറേനിയം 235 നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഹാവ് 6.023 into 10 raised to 26 divided by 235. That much number of atoms. So this is approximately equal to 25 into 10 raised to 23 atoms. Suppose there is a stray neutron. It causes fission in 1 uranium 235 nucleus. ഇനി യുറേനിയത്തിൻ്റെ കേസിൽ ഈച്ച് ഫിഷൻ റിലീസസ് ആൻ ആവറേജ് 2.5 ന്യൂട്രോൺസ്. അതായത് നമ്പർ ഓഫ് ന്യൂട്രോൺസ് പ്രൊഡ്യൂസ് ഇൻ ദ നെക്സ്റ്റ് 1 സ്റ്റേജ് ടു ദ പ്രീവിയസ് സ്റ്റേജ്. അപ്പോൾ നോക്കുമ്പോൾ അത് ഏകദേശം 2.5 ന്യൂട്രോൺസ് ഉണ്ട്. ഇനി ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ, സോ ദ വെലോസിറ്റി ഓഫ് ദ ന്യൂട്രോൺ ഇൻ ദ ന്യൂട്രോൺസ് യുറേനിയം ആറ്റംസ് ഈസ് സംതിങ് ലൈക്ക് ദാറ്റ്. ഇതിനകത്തുള്ള ഒരു ന്യൂട്രോൺ മറ്റൊരു ന്യൂട്രോണിനെ ക്യാച്ച് ചെയ്യുന്നത് it takes about
10⁻⁸ seconds. Now ഓരോന്നും ഇറ്റ് വിൽ റിലീസ്. സോ ഇതിനകത്ത് ഒരെണ്ണം ഒരു റിയാക്ഷൻ, അതായത് ഒരു ന്യൂട്രോൺ ചെന്നിട്ട് നെക്സ്റ്റ് ഒരു യുറേനിയം 235 അബ്സോർബ് ചെയ്യാൻ, അല്ലെങ്കിൽ യുറേനിയം ന്യൂക്ലിയസ് ഒരു ഫാസ്റ്റ് ന്യൂട്രോണിനെ അബ്സോർബ് ചെയ്യാൻ എടുക്കുന്ന സമയം 10⁻⁸ സെക്കൻഡാണ്. Let us assume that all these neutrons are available for further fission reactions. അതായത് ഒരു ന്യൂട്രോൺ വന്നിട്ട് ഒരു യുറേനിയം 235 വന്നു. ഓൺ ആൻ ആവറേജ് ഇറ്റ് പ്രൊഡ്യൂസസ് 2.5 ന്യൂട്രോൺസ്. സോ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ഓരോന്നും ചെന്നിട്ട് അടുത്ത ഇതിലത്തെ ന്യൂട്രോൺസ് ചെല്ലുന്നു, അടുത്ത ഇതിൽ നിന്ന് പിന്നെയും പോകുന്നു, അങ്ങനെ ആവറേജ് ആയി 2.5 ന്യൂട്രോൺസ് അങ്ങനെ പോകുന്നു. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ന്യൂട്രോൺസിനും ദേ ആർ അവൈലബിൾ ഫോർ ഇൻഡ്യൂസിങ് ഫർദർ റിയാക്ഷൻസ് എന്ന് അസ്യൂം ചെയ്യണം. Let n be the number of stages. ഓക്കെ, അതായത് ഈ 1 കിലോഗ്രാം യുറേനിയം 235 മുഴുവനായിട്ടും, അതായത് അത് മുഴുവനായിട്ടും ആ ഫിഷൻ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര സ്റ്റേജ് വേണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ലെറ്റ് എൻ ബി ദാറ്റ് സ്റ്റേജ്. 1 കിലോഗ്രാം ഓഫ് യുറേനിയം 35 കംപ്ലീറ്റ് ആയിട്ട് ഫിഷണബിൾ ആയിട്ട്, അതായത് ഇതിനകത്ത് ഒരു സ്ട്രേ ന്യൂട്രോൺ വന്നു കഴിഞ്ഞാൽ ഏകദേശം n നമ്പർ ഓഫ് സ്റ്റേജ് കൊണ്ട് അത് 1 കിലോഗ്രാം ഓഫ് യുറേനിയം 235 മുകളിൽ ഈ റിയാക്ഷൻസ് ഉണ്ടാവും. ദാറ്റ് ഈസ് 2.5 ഹോൾ റേസ് ടു n ഈസ് ഈക്വൽ ടു, അതായത് 2.5 ഹോൾ റേസ് ടു n എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ആൾമോസ്റ്റ് ഈക്വൽ ടു 25 × 10⁻23. ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് n ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 60 എന്നാണ്. ദാറ്റ് ഈസ് ദ ടൈം. ഇതിനകത്ത് 60 സ്റ്റേജ് കൊണ്ട് ഈ 1 കിലോഗ്രാം ഓഫ് യുറേനിയം 235 കംപ്ലീറ്റ് ആയത് ഫിഷനായിട്ട് പോകും. അപ്പോൾ ഒരു ഫിഷൻ ഏകദേശം എടുക്കുന്ന സമയം നമ്മൾ കണ്ടു. ഒരു യുറേനിയം 235 ഒരു ഫാസ്റ്റ് ന്യൂട്രോണിനെ ക്യാപ്ചർ ചെയ്തിട്ട് ഫിഷനായിട്ട് പോകാനും എടുക്കുന്ന സമയം ഇറ്റ് ഈസ് ആൾമോസ്റ്റ് 10⁻⁸ സെക്കൻഡാണ്. സോ 60 ഫിഷൻ എടുക്കുന്ന സമയം മീൻസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 60 × 10⁻⁸. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.6 മൈക്രോസെക്കൻഡ്. ഇനി ഓരോ ഫിഷൻ്റെ കേസിലും 1 ഫിഷൻ ഓഫ് യുറേനിയം 235 റിലീസസ് 200 MeV, 200 mega electron volts of energy. That means it will be 200 into 25 into 10⁻23. അതായത് 25 into 10⁻23 ആറ്റംസ് ഉണ്ട്. അത് 200 ഓരോന്നും 200 MeV വീതം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി 5 into 10⁻26 MeV. And that is happening in 0.6 microseconds. So that is happening in 0.6 microseconds. Okay, അതായത് 5 into 10⁻26 mega electron volts of energy is released in 0.6 microseconds. It will be a violent explosion. അതായത് വളരെ ഇത്രയും ഫാസ്റ്റായിട്ട് ഇത്രയും ഒരു ഷോർട്ട് ടൈമിൽ ഇത്രയും എനർജി കഴിഞ്ഞാൽ ഒരു വയലൻ്റ് എക്സ്പ്ലോഷൻ ആവും. ആൻഡ് ദർ വിൽ ബി പവർഫുൾ എയർ ബ്ലാസ്റ്റ് ആൻഡ് ദർ വിൽ ബി ദ ടെമ്പറേച്ചർ വിൽ ബി ഓഫ് ദ ഓർഡർ ഓഫ് 10⁻7 Kelvin or more. Okay, this self-propagating process that is described as a chain reaction. Now, there are two types of chain reactions possible. One is a controlled chain reaction. Okay. So, controlled chain reaction എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ന്യൂട്രോൺസ് എല്ലാം കൂടി ഇങ്ങനെ വന്നിട്ട് ഒരു സർട്ടൺ ലെവൽ വരെ ബിൽഡപ്പ് ചെയ്യും. അതിനുശേഷം നമ്പർ ഓഫ് ഫിഷൻ പ്രൊഡ്യൂസിങ് ന്യൂട്രോൺസ് എന്താവും, ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. So, this is mainly used in nuclear reactors.
മറ്റൊന്നിലോ അൺകൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ ഉണ്ടാവും. ദാറ്റ് മീൻസ് ദേ ആർ almost like just build on continuing in a geometric progression, and the violent അല്ലെങ്കിൽ the infinitely അതങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, ആൻഡ് the entire released energy is released at once. ഇതാണ് സാധാരണ ആറ്റം ബോംബ്സിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ചെക്ക് ഔട്ട് വാട്ട് ഈസ് ദ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ K. The multiplication factor K is defined as the ratio of secondary neutrons produced to the original neutrons. That is, K is equal to number of neutrons in one generation divided by the number of neutrons in preceding generation. ഓക്കെ, ഈ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ K എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് വെൻ K is equal to 1, the chain reaction will be critical. Now, when K is greater than 1, it will be supercritical. And when K is less than 1, it is subcritical. So, this is important. കാരണം ഓരോന്നും ഓരോ കേസുകളിലും നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെ ചെയ്താലാണ്, അപ്പോൾ ഇതിന് ഈ പറയുന്ന കെയുടെ വാല്യൂ കൺട്രോൾ ചെയ്തിട്ടാണ് നമുക്കൊരു റിയാക്ടർ നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാണ് നമ്മൾ റിയാക്ടർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ കണ്ടീഷൻസാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് നോക്കണം. സോ എന്തൊക്കെയാണ് ഈ പറയുന്ന കണ്ടീഷൻസിൽ വേണ്ടത്, അതെല്ലാം നമുക്കൊരു നോക്കാം. ഇപ്പോൾ ഇതായത് ചെയിൻ റിയാക്ഷൻ, അതിനെ പറ്റിയിട്ടെല്ലാം നമുക്കൊന്ന് നോക്കണം. എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. So, consider a system consisting of uranium. So, uranium എന്ന് പറഞ്ഞാൽ uranium 235 എന്നാണ് തൽക്കാലം ഞാൻ യൂസ് ചെയ്യുന്നത്, ബിക്കോസ് ദാറ്റ് ഈസ് എ ഫിഷൈൽ മെറ്റീരിയൽ, ഒരു ഫിഷണബിൾ മെറ്റീരിയലാണ്. ആൻഡ് ദർ ഈസ് എ മോഡറേറ്റർ. എന്താണ് ഇതിന് യൂസസ് എന്നെല്ലാം പറഞ്ഞുതരാം. Now, each neutron produces ejects 2.5. So, one neutron produces almost 2.5 neutrons in an average. Okay. പക്ഷേ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ നമ്മൾ ഓരോ ഫിഷനിലും അതിനകത്ത് 2.5 മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ പോലും എല്ലാ ന്യൂട്രോൺസും ഈ ഫർദർ ഫിഷൻസിന് അവൈലബിൾ ആവില്ല. ദാറ്റ് മീൻസ് ദ മെയിൻ്റനൻസ് ഓഫ് ദ ചെയിൻ റിയാക്ഷൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ എ ഫേവറബിൾ ബാലൻസ് ഓഫ് ദ ന്യൂട്രോൺസ് എന്ന 3 പ്രോസസ്സസ്. അപ്പോൾ ഏതൊക്കെയാണ് പ്രോസസ്സുകൾ ഉള്ളതെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ദർ ആർ 3 പ്രോസസ്സസ് ഹാപ്പനിങ്. ഫസ്റ്റ് വൺ ഈസ് ലൈക്ക് ദ ഫിഷൻ ഓഫ് യുറേനിയം ന്യൂക്ലിയൈ. അപ്പോൾ എന്തുണ്ടാവും, ഫിഷൻ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഓരോ യുറേനിയം 235 അത് കുറച്ച് ന്യൂട്രോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, നൗ ദ സെക്കൻഡ് വൺ ഈസ് ദർ ആർ നോൺ ഫിഷൻ പ്രോസസ്സസ്. നോൺ ഫിഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ദർ ഇസ് എ റേഡിയേറ്റീവ് ക്യാപ്ചർ ഓഫ് ന്യൂട്രോൺസ്. അതായത് ചില കേസുകളിൽ ഇത് നോൺ ഫിഷണബിൾ ആയിട്ട് യുറേനിയം ന്യൂക്ലിയസ് ന്യൂട്രോൺസിനെ ക്യാപ്ചർ ചെയ്യും. ദാറ്റ് മീൻസ് ദർ മേ ബി എ റേഡിയേറ്റീവ് ക്യാപ്ചർ ഓഫ് ന്യൂട്രോൺസ് ആൻഡ് ബൈ യുറേനിയം ആൻഡ് സം സബ്സ്റ്റൻസസ് ഇൻ ദ സിസ്റ്റം ആൻഡ് ദ ഇംപ്യൂരിറ്റീസ്. മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ എസ്കേപ്പ് or leakage through the surface. So, ഇതിനകത്ത് ഈ അവസാനം വരുന്ന ഈ 2 പ്രോസസ്സുകൾ അതിൻ്റെ എഫക്റ്റ് എന്നുള്ളത് ഇതിനേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ
the chain reaction will take place. Otherwise, chain reaction cannot take place. So let's have a look. അപ്പോൾ എസ്കേപ്പ് ഓഫ് ന്യൂട്രോൺസ് ത്രൂ ദ സർഫസ് എന്ന് പറഞ്ഞാൽ അത് സർഫസിൽ കൂടെ അല്ലാണ് നടക്കാറ്. ഫിഷൻ നടക്കുന്നത് ഇറ്റ് ഈസ് ഹാപ്പനിങ് ത്രൂ ദ വോളിയം. ദാറ്റ് മീൻസ് എസ്കേപ്പ് ഈസ് പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ ആൻഡ് പ്രൊഡക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ്. That means escape rate by production rate is proportional to 1 by r. That means larger the size of the body, smaller will be the escape rate. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് ഇൻക്രീസ് സൈസ് ഈ സിസ്റ്റത്തിൻ്റെ വോളിയം ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്ന് വെച്ചാൽ ലോസ് ഓഫ് ന്യൂട്രോൺസ് ടു ദ സർഫസ് ക്യാൻ ബി റെഡ്യൂസ്ഡ്. ദാറ്റ് മീൻസ് ഗ്രേറ്റർ ദ സൈസ് ഓഫ് ദ സിസ്റ്റം ദ ലെസർ ഈസ് ദ പ്രോബിലിറ്റി ഓഫ് എസ്കേപ്പ് ഓഫ് ദ ന്യൂട്രോൺസ്. അല്ലെങ്കിൽ ദർ ഇസ് എ ക്രിട്ടിക്കൽ സൈസ്. ഐ വുഡ് സേ ദാറ്റ് ദർ ഇസ് എ ക്രിട്ടിക്കൽ സൈസ് ഫോർ ദ system. Critical size എന്ന് പറഞ്ഞാൽ it is defined as the minimum size for which the number of neutrons produced in the fission process just balance those lost by the leakage and non-fission capture. അപ്പോൾ മാസ് ഓഫ് ദ മെഷറബിൾ മെറ്റീരിയൽ, അപ്പോൾ ഇത്രയും ആ ക്രിട്ടിക്കൽ സൈസ് ഉണ്ട്. The mass of the fissionable material at this size, that is known as critical mass. So ഒരു ക്രിട്ടിക്കൽ സൈസ് വേണം, അതിനകത്തുണ്ടാകുന്ന മാസാണ് ക്രിട്ടിക്കൽ മാസ് എന്ന് പറയും. ഓക്കെ, സോ ഇഫ് ദ മാസ് ഓഫ് ദ സൈസ് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ ക്രിട്ടിക്കൽ സൈസ്, ദ ചെയിൻ റിയാക്ഷൻ will not happen. Okay, now next നമുക്കൊന്ന് നോക്കി നോക്കാം. നെക്സ്റ്റ് വൺ ഈസ് ഇതിനകത്ത് എങ്ങനെയാണ് ഈ പറയുന്ന ക്രിട്ടിക്കൽ മാസ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് അൺകൺട്രോൾഡ് റിയാക്ഷൻ യൂസ് ചെയ്തിട്ട് ഒരു ആറ്റമിക് ബോംബ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് ആറ്റം ബോംബ്. അപ്പോൾ ഈ ചെയിൻ റിയാക്ഷനും അതുപോലെ ഈ ഫിഷൻ, സോ ഇത് രണ്ടും യൂസ് ചെയ്തിട്ട് ഇറ്റ് മേക്സ് ദ പ്രിൻസിപ്പിൾ ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ആറ്റം ബോംബ്. അപ്പോൾ ഒരു ആറ്റം ബോംബിൻ്റെ ഒരു ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെയാണ്. സോ ഹിയർ ദർ ആർ 2 ബ്ലോക്സ് ഓഫ് യുറേനിയം 235. ഇതിൻ്റെ രണ്ടിൻ്റെയും മാസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ക്രിട്ടിക്കൽ മാസിൻ്റെ താഴെയായിരിക്കും. ദർ വിൽ ബി എ ന്യൂട്രോൺ സോഴ്സ്. ഇനി ഇവിടെ ഒരു മൂവബിൾ സിലിണ്ടർ ഉണ്ട്. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് നീക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് കൃത്യമായിട്ട് വന്നിരിക്കും. ആൻഡ് ദ എൻറ്റയർ സിസ്റ്റം കോൺസ്റ്റിറ്റ്യൂട്ട്സ് ദ യുറേനിയം വേർ ദ മാസ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ ക്രിട്ടിക്കൽ മാസ്. അതായത് ഈ സിലിണ്ടർ ഇവിടെ വന്നിട്ടുണ്ട് ഇതിനകത്തോടെ ഒന്നിച്ച് ചേർന്ന് കഴിഞ്ഞാൽ അത് ക്രിട്ടിക്കൽ മാസിനേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ, സോ ദർ വിൽ ബി എ കെമിക്കൽ എക്സ്പ്ലോസീവ് ഹിയർ. അപ്പോൾ ആ കെമിക്കൽ എക്സ്പ്ലോസീവ്സ് വെച്ചിട്ട് അതാണ്ട് റിമോട്ട് കൺട്രോൾ ചെയ്തിട്ട് അത് എക്സ്പ്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്രിട്ടിക്കൽ മാസ് ഈ സിലിണ്ടർ വന്നിട്ട് ഇവിടെ കൃത്യമായിട്ട് ഫിറ്റ് ചെയ്യും. ആൻഡ് ഇറ്റ് വിൽ ഫ്യൂസ് ടുഗദർ ടു ഫോം ദ മാസ്, ആൻഡ് ദാറ്റ് മാസ് വിൽ ബി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ ക്രിട്ടിക്കൽ മാസ്. ഓക്കെ, അപ്പോൾ ഇത് 2 ഹെമിസ്ഫിയർ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്ന പാർട്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർ വിൽ ബി ന്യൂട്രോൺ സോഴ്സ്. സോ ദർ ആർ 2 pieces of uranium 235, each smaller than the critical size, and there will be a movable cylinder. Okay, so ഇത് അതിനകത്ത് വന്നു കഴിഞ്ഞാൽ ആ ന്യൂട്രോൺ സോഴ്സ് വെച്ചിട്ട് then it will make a violent explosion. Okay, now the explosion of the atomic bomb releases large quantity of energy in the form of heat, light and radiation. ടെമ്പറേച്ചർ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. the temperature will be about 10⁻⁷ Kelvin. There will be a high pressure of millions of atmosphere.
ഇങ്ങനത്തെ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറ്റ് പ്രൊഡ്യൂസസ് എ ഷോക്ക് വേവ്. ദീസ് ആർ റിയലി ഡേഞ്ചറസ്. അപ്പോൾ ഇത് കാരണം വളരെ ഹൈ പ്രഷറിലുള്ള ഇങ്ങനത്തെ വേവ്സ് കാരണം അവിടെ വളരെയധികം ഫാസ്റ്റായിട്ട് കൂടുതൽ ഈ ഒരു എക്സ്പ്ലോഷൻ്റെ പ്രശ്നം വളരെ അധികം, അല്ലെങ്കിൽ എക്സ്പ്ലോഷൻ്റെ എഫക്റ്റ് എന്നുള്ളത് പറഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ട് അത്, അല്ലെങ്കിൽ വളരെയധികം മറ്റുള്ളൊരു എക്സ്പ്ലോഷനേക്കാൾ ഏറെ ഇതിനകത്തേക്ക് ബാധിക്കും. ബിക്കോസ് ദർ ഈസ് എ റിലീസ് ഓഫ് ഡേഞ്ചറസ്ലി റേഡിയോ ആക്റ്റീവ് ഗാമ റേസ്, അതുപോലെ വളരെയധികം റേഡിയോ ആക്റ്റീവ് എലമെൻസും ഇതേ സമയം ഒരേ സമയം ചുറ്റിലേക്ക് റിലീസ് ചെയ്ത് കളയും. മാത്രമല്ല മറ്റൊരു പ്രശ്നം കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആയിട്ട് കുറച്ചധികം റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് പോയിട്ട് ഡസ്റ്റിലും മറ്റും പറ്റി പിടിച്ചിരിക്കും. ആൻഡ് ഇറ്റ് ഗോസ് ടു എ ലാർജ് ഡിസ്റ്റൻസ്. ഓക്കെ, ഇറ്റ് കോസസ് എ റേഡിയേഷൻ fallout. So that is the construction of an atomic bomb and the working. So I'm going to stop it right now, and thank you.